15 മണ്ഡലങ്ങളിലേക്കുള്ള ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടിക തയ്യാർ. എ ക്ലാസ് മണ്ഡലങ്ങളടക്കം ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ചൊവ്വാഴ്ച ചേർന്ന ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലാണ് സാധ്യത പട്ടികയ്ക്ക് രൂപം നൽകിയത്. ഇത് ഉടനെ തന്നെ കേന്ദ്ര നേതൃത്വത്തിന് കൈമാറും. ഓരോ മണ്ഡലത്തിലും 3 പേരുകൾ വീതമാണ് പരിഗണനയിൽ. എല്ലാ മണ്ഡലങ്ങളും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. NDA കേരളത്തിൽ മത്സരിക്കുന്നത് അധികാരം പിടിക്കാനാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ 70 വർഷത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത ഒരു നിയമസഭ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 140 അസംബ്ലി മണ്ഡലങ്ങളിലും പാർട്ടിയുടെ അവിടുത്തെ നേതൃനിരയുമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞു കഴിഞ്ഞു. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മിറ്റി ചർച്ച ചെയ്തത്. ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ലിസ്റ്റ്, ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉൾക്കൊള്ളുന്ന ഒരു ലിസ്റ്റ് കേന്ദ്ര പാർലമെന്ററി ബോർഡിന് അയക്കും. പാർട്ടിയുടെ കേന്ദ്ര ഇലക്ഷൻ ചുമതലയുള്ള ശ്രീ വിനോദ് താവ്ഡെയുടെ നേതൃത്വത്തിലാണ് ആ ചർച്ചകൾ നടന്നത്. നേമത്ത് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. വട്ടിയൂർക്കാവിൽ പ്രഥമ പരിഗണന ആർ ശ്രീലേഖയ്ക്കാണ്. നിലവിൽ നഗരസഭാ കൗൺസിലറായ ശ്രീലേഖ അടുത്ത 5 വർഷത്തേക്ക് ഇനിയൊരു മത്സരത്തിനില്ല എന്ന നിലപാടാണ് നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നത്. നേതൃത്വം ആവശ്യപ്പെട്ടാൽ തീരുമാനം മാറിയേക്കും. കഴക്കൂട്ടത്ത് വി മുരളീധരനും മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രനും മത്സരിക്കും. ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇനി മാറ്റമുണ്ടാകില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ലെന്നും പകരം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകുമെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി എസ് സുരേഷ് അറിയിച്ചു. നേമത്ത് ബി.ജെ.പിക്ക് 2 മണ്ഡലം കമ്മിറ്റികളാണുള്ളത്. ഈ രണ്ടിടത്തെയും ഭാരവാഹികളുടെ യോഗം ഇന്നലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിൽ ചേർന്നിരുന്നു. വട്ടിയൂർക്കാവിലാണ് കെ സുരേന്ദ്രന്റെ പേര് ഉയർന്നു വന്നതെങ്കിലും അദ്ദേഹത്തോട് മഞ്ചേശ്വരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശിച്ചിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രന് പാലക്കാട്, കായംകുളം, ഹരിപ്പാട് എന്നീ മണ്ഡലങ്ങളിലാണ് സാധ്യത. MT രമേശിന് തൃശൂർ അല്ലെങ്കിൽ കോഴിക്കോട് സീറ്റ് നൽകാനാണ് ധാരണ. C കൃഷ്ണകുമാർ മലമ്പുഴയിൽ തന്നെ മത്സരിക്കും. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായ കരമന ജയന്റെ പേരാണ് പരിഗണനയിൽ. എന്നാൽ അതിനൊപ്പം തന്നെ കഴിഞ്ഞ തവണ ഈ മണ്ഡലത്തിൽ മത്സരിച്ച നടൻ കൃഷ്ണകുമാറിന്റെ പേരും പരിഗണനയിലുണ്ട്.